രോഹിത് ശർമ്മയും മുംബൈ മാനേജ്മെൻറ്റും തമ്മിൽ വലിയ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. രോഹിത് ശർമ്മ ഇപ്പോഴും IPL 2024 കളിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഇതുവരെ ആ പ്രശ്നം സോൾവ് ആയിട്ടില്ല. പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയത് രോഹിത് ശർമ്മയോട് ചോദിക്കാതെയാണ്. രോഹിത് ശർമ്മയ്ക്ക് മുംബൈയുടെ ക്യാപ്റ്റൻസി മാറാൻ താല്പര്യമില്ല. പക്ഷേ രോഹിത് ശർമ്മയെ മുംബൈ മാനേജ്മെൻറ്റ് പുറത്താക്കി. രോഹിത് ശർമ്മയെ RCBയുടെ ക്യാപ്റ്റനാക്കാനാണ് അവരുടെ പദ്ധതി. ഇപ്പോഴിതാ മുംബൈ ടീമിൽ വലിയ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രോഹിത് ശർമ്മ എങ്ങനെ പോകാൻ ശ്രമിച്ചാലും മുംബൈ മാനേജ്മെന്റ് രോഹിത് ശർമ്മയെ വിടില്ല. കാരണം മുംബൈ ടീമിന്റെ ഉടമസ്ഥർ അംബാനിയാണ്. നിത അംബാനി രോഹിത് ശർമ്മയെ വിട്ടുകൊടുക്കില്ല. കോടികളുടെ ഓഫറാണ് രോഹിത് ശർമ്മയ്ക്ക് മുൻപിൽ മുംബൈ നീട്ടിയിരിക്കുന്നത്. പാണ്ഡ്യയെ തിരിച്ച് ടീമിലേക്ക് എത്തിക്കാൻ 100 കോടി ചിലവാക്കിയെന്ന റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. പാണ്ഡ്യയേക്കാൾ വലിയ താരമാണ് രോഹിത് ശർമ്മ. അതുകൊണ്ട് താരം മറ്റൊരു ടീമിലേക്ക് പോകാതിരിക്കാൻ മുംബൈ മാനേജ്മെന്റ് കോടികൾ ഇറക്കുമെന്നത് ഉറപ്പാണ്. പക്ഷേ എത്ര കോടി കൊടുത്താലും രോഹിത് ശർമ്മ മുംബൈ ടീമിൽ കളിക്കില്ലെന്നാണ് റിപ്പോർട്ട്. കാരണം രോഹിത് ശർമ്മയ്ക്ക് ക്യാപ്റ്റനാകണം. പാണ്ഡ്യയ്ക്ക് കീഴിൽ കളിച്ചാൽ രോഹിത് ശർമ്മയ്ക്ക് നല്ല പണി കിട്ടുമെന്നത് ഉറപ്പാണ്. പാണ്ഡ്യയ്ക്ക് സഹതാരങ്ങളോട് റെസ്പെക്റ്റ് ഇല്ല. രോഹിത് ശർമ്മയായാലും കോഹ്ലി ആയാലും പാണ്ഡ്യ ചീത്ത വിളിക്കുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മ പാണ്ഡ്യയ്ക്ക് കീഴിൽ കളിക്കില്ലെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇതേ സമയം തന്നെ RCB ടീം രോഹിത് ശർമ്മയെ ട്രേഡ് ചെയ്യാൻ രംഗത്തുണ്ട്. രോഹിതിനെ മുംബൈ ടീമിൽ കളിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞാൽ പിന്നെ മുംബൈക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഇപ്പോൾ മുംബൈ മാനേജ്മെന്റ് കോടികൾ രോഹിതിനെ വാഗ്ദാനം ചെയ്തു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. 100 കോടിയൊക്കെ ഒരു താരത്തിന് ഓഫർ ചെയ്താൽ ഉറപ്പായിട്ടും ആ താരം വേറെ ടീമിലേക്ക് പോകില്ല. രോഹിത് RCBയിലേക്ക് പോകാതിരിക്കാൻ കോടികളുടെ ഓഫർ അംബാനി വാഗ്ദാനം ചെയ്തു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. RCBയിലേക്ക് രോഹിത് പോയാൽ രോഹിതും കോഹ്ലിയും ഒന്നിക്കും. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.